അടുത്തതായിട്ട് നമുക്ക് മധുരപ്പച്ചടി തയ്യാറാക്കാം. ഓണസദ്യയിലെ ഒരു മെയിൻ വിഭവമാണല്ലോ മധുരപ്പച്ചടി. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. എല്ലാ പ്രാവശ്യവും പൈനാപ്പിള്, ഏത്തപ്പഴം കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമുക്ക് ആപ്പിൾ വെച്ചിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ആപ്പിൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടിയിലോട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. സ്വല്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചട്ടിയിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മുടെ ആപ്പിളൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ആപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയെ എടുത്തിട്ടുള്ളൂ, കടുക്, ഒരു പച്ചമുളക്. ഇത് സാമാന്യം നന്നായിട്ട് അരച്ചുകൊണ്ട് വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ആപ്പിളും വേവും നമ്മുടെ അരപ്പും തയ്യാറാകും. അങ്ങനെ ആകുമ്പോൾ വളരെ വേഗം തന്നെ നമുക്ക് പച്ചടി തയ്യാറാക്കാൻ പറ്റും. നമ്മൾ വേവാനായിട്ട് വെച്ച ആപ്പിൾ എന്തായാലും ആ വെള്ളമെല്ലാം വറ്റി കളറൊക്കെ മാറി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാമേ. ഒത്തിരി ഉടയ്ക്കണ്ട, എന്നാൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാമേ. അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഇത് വെളുത്തതായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. മധുരപ്പച്ചടിയാണല്ലോ, അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ പഞ്ചസാര ഒന്ന് അലിയട്ടെ, നമുക്കിതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ പച്ചടിയുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷമേ തൈര് ഒഴിക്കാവുള്ളൂ. ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിനി കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കുന്നതിനായിട്ട് പാത്രം വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാമേ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കും. തിളയൊക്കെ നിന്നു, ചൂടൊക്കെ ഒന്ന് ആറി നമുക്കിതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയും മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിയായ നമ്മുടെ ആപ്പിൾ പച്ചടി തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.